ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, ഈ 2026 തിന്മയെപ്പറ്റിയോ തിന്മയുടെ ശക്തിയെക്കുറിച്ചോ തിന്മയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചോ പ്രഘോഷിക്കുന്നവരായിട്ട് മാറാതെ ക്രിസ്തുവിനെയും ക്രിസ്തുവിൻ്റെ ശക്തിയെയും ക്രിസ്തുവിൻ്റെ സ്നേഹത്തെയും ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ പറ്റിയും പ്രഘോഷിക്കുന്നവരായിട്ട് മാറുവാൻ നമ്മളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, 2 ആഴ്ച മുമ്പ് ഒരു സഹോദരി പ്രാർത്ഥിക്കുവാൻ വേണ്ടി വിളിച്ചു. ഈ സഹോദരിയുടെ കുഞ്ഞിൻ്റെ ഹാർട്ടിന് ഹോളായിരുന്നു. എന്നിട്ട് ഈ സഹോദരി പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ചില ബന്ധനങ്ങളും കെട്ടുകളും എൻ്റെ ഉള്ളിലെ കൈവശമൊക്കെ ആരോ തന്നിട്ടുണ്ട് എന്നൊക്കെ ഈ സഹോദരി പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ സഹോദരിയോട് ചോദിച്ചു, ഇത് ആരാ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ ആരോ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞതാണ് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ സഹോദരിയോട് പറഞ്ഞു, ഞാനൊരിക്കലും ഇതിൽ വിശ്വസിക്കുന്നില്ല. കാരണം ഈശോ പറഞ്ഞിരിക്കുന്നത് പാമ്പുകളുടെയും തികിളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും ഇതെ ചവിട്ടി നടക്കാനാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 18-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, മാരകമായി എന്ത് കുടിച്ചാലും അത് നിങ്ങളെ ഉപദ്രവിക്കുകയില്ല എന്ന്. അപ്പോൾ ഞാൻ ഈ സഹോദരിയോട് ചോദിച്ചു, കൈവശം തന്നിട്ടുണ്ടെങ്കിൽ ഈ വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഇതെങ്ങനെ സംഭവിക്കും എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ ഞാൻ ഈ സഹോദരിയോട് പറഞ്ഞൊരു കാര്യമാണ്, ഇത് കേട്ടതൊക്കെ ഒരു ചെവിയിൽ കൂടി കേട്ട് മറു ചെവിയിൽ കൂടി ഇറക്കി വിടുക, എന്നിട്ട് ഈശോയിൽ വിശ്വസിക്കുക. ഈശോ എൻ്റെ കുഞ്ഞിനെ സൗഖ്യപ്പെടുത്തും എന്ന് വിശ്വസിച്ചാൽ മാത്രം മതി എന്നിങ്ങനെ പറഞ്ഞു. ഞാൻ എന്നിട്ട് പ്രത്യേകിച്ച് ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊന്നുമില്ല. ഈ സഹോദരി അതിനുശേഷം ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു. സ്കാൻ ചെയ്ത് റിപ്പോർട്ട് വന്നപ്പോൾ ഈ സഹോദരിയുടെ കുഞ്ഞിൻ്റെ ഹാർട്ടിനുണ്ടായിരുന്ന ഹോള് അപ്രത്യക്ഷമായി. ഈശോ ആ കുഞ്ഞിനെ സുഖപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, ഞാനത് പറഞ്ഞു വരുമ്പോൾ എൻ്റെ സ്നേഹിതനായൊരു ശുശ്രൂഷകൻ കേരളത്തിന് വെളിയിലുള്ള സംസ്ഥാനങ്ങളിൽ പോയി ഉൾഗ്രാമങ്ങളിൽ സുവിശേഷം പങ്കുവെക്കുന്ന ആളാണ്. അങ്ങനെ ഒരു ഉൾഗ്രാമത്തിൽ പോയപ്പോൾ അവിടെയുള്ളവർ ആരാധിക്കുന്നത് ഇഴജന്തുക്കളെയാണ് ദൈവമായിട്ട് ആരാധിക്കുന്നത്. അപ്പോൾ അവിടെ പോയി ഈ ശുശ്രൂഷകൻ ഈശോയെ പറ്റി പറഞ്ഞു, സുവിശേഷം പങ്കുവച്ചു. ആ ഗ്രാമത്തിൽ വർഷങ്ങളായിട്ട് തളർന്നു കിടന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അങ്ങനെ ആ വ്യക്തിയുടെ അടുക്കൽ പോയി ശുശ്രൂഷകൻ പ്രാർത്ഥിച്ചപ്പോൾ ആ വ്യക്തി എഴുന്നേറ്റ് നടന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും വിശ്വസിച്ചു. ഈശോയിൽ വിശ്വസിച്ച് അവർ മാമോദീസ സ്വീകരിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാനത് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒത്തിരി സുവിശേഷം നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. എങ്കിലും നമ്മൾക്ക് ഈശോയിലുള്ള ആ ഒരു വിശ്വാസം ഈ കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം എൻ്റെ വാട്സപ്പിൽ എനിക്ക് ഒരാൾ വീഡിയോ ഇട്ട് തന്നു. വീഡിയോ ഇതായിരുന്നു, പിശാച് ഒരു വ്യക്തിയിൽ പ്രവേശിക്കുന്നത് എങ്ങനെയാണ് എന്ന് പറഞ്ഞാണ് ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത്. ഞാനത് കേൾക്കാൻ പോയില്ല. കാരണം അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി ഇതുപോലെയൊക്കെയുള്ള ഇങ്ങനെ വീഡിയോസ് കാണാം. അല്ലെങ്കിൽ പിശാച് ഒരു ഭവനത്തിലേക്ക് കടന്നു വരുന്നത് ആദ്യം സിറ്റ് ഔട്ടിൽ കയറും, ഡൈനിങ് ഹാളിൽ കയറി ഒന്ന് വട്ടം കറങ്ങും, ബെഡ്റൂമിൽ കയറും, കിച്ചണിൽ കയറി പുറകിലത്തെ വാതിലിലൂടെ ഇറങ്ങിപ്പോകും. ഇങ്ങനെ പിശാചിനെ കുറിച്ച്, പിശാചിന്റെ ശക്തികളെക്കുറിച്ച്, പിശാചിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഒത്തിരി പേര് ഇങ്ങനെ പ്രഘോഷിക്കുന്നത് കാണാം. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ പെന്തക്കോസ്തായ്ക്ക് ശേഷം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് അപ്പസ്തോലന്മാർ പോയി പ്രഘോഷിക്കുന്നത് മുഴുവനും ഈശോയെ പറ്റിയാണ് പ്രഘോഷിക്കുന്നത്. ഈശോയെ പറ്റി പ്രഘോഷിക്കുമ്പോൾ അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനസാന്തരങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. നമ്മൾ ഈ പിശാചിനെ പറ്റി പ്രഘോഷിക്കുമ്പോൾ അവിടെ എന്താണ്? അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. കാരണം മറ്റുള്ളവരുടെ ഉള്ളിലേക്ക് ഭയവും നിരാശയും കടത്തിവിടുവാനേ ഇതും കൊണ്ട് സാധിക്കുകയുള്ളൂ. ഞാനത് പറയുമ്പോൾ ആരെയും കുറ്റപ്പെടുത്തുന്നതോ ഒന്നുമല്ല, എനിക്കതിന് പറയാനുള്ള യോഗ്യതയുമില്ല. പക്ഷേ ഒത്തിരി പേര് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഒത്തിരി പേര് ഇങ്ങനെ പ്രഘോഷിക്കുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ. പിശാച് അത് ചെയ്യും, പിശാച് ഇത് ചെയ്യും, പിശാച് ഈ വ്യക്തിയിൽ ഇങ്ങനെ കയറും, അല്ലെങ്കിൽ ആ കുടുംബത്തിൽ അങ്ങനെ കയറും, അത് കഴിച്ചാൽ ഇത് കയറി വരും, ഇത് കഴിച്ചാൽ ഇത് കയറി വരും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സുവിശേഷത്തിൽ ഈശോയുടെ ആ ശക്തിയെക്കുറിച്ച്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെക്കുറിച്ച് ഇതൊന്നും ആരും ഈ കാലഘട്ടത്തിൽ പ്രഘോഷിക്കുന്നില്ല. എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെയെല്ലാം ബന്ധനങ്ങളും കെട്ടുകളും മാത്രമാണ് ഈ കാലഘട്ടത്തിലുള്ളത്. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്താൽ നമ്മുടെ ഉള്ളിലുള്ള ആ ക്രിസ്തുവിലുള്ള വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഈ ലോകത്തിലുള്ള ഒരു പൈശാചിക ശക്തിക്കും ഒരു ബന്ധനത്തിനും ഒരു കെട്ടിനും നമ്മളെ തൊടുവാൻ സാധിക്കില്ല. നമ്മൾ വിശ്വസിക്കേണ്ടത്
നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച് നമുക്ക് വേണ്ടി ബലിയായി തീർന്ന ഈശോയിൽ മാത്രമാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ഓരോ പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴും ഓരോ പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുമ്പോഴും എൻ്റെ ഉള്ളിലേക്ക് ഈശോയെപ്പറ്റി പ്രഘോഷിക്കണം എന്നുള്ള, ഈശോയെപ്പറ്റി പകർന്നു കൊടുക്കണം എന്നുള്ള ആ ഒരു ചിന്തയാണ് എൻ്റെ ഉള്ളിലേക്ക് കടന്നത്. ഇന്ന് രാവിലെയും ബലിയർപ്പിച്ചിട്ട് വരുമ്പോൾ എൻ്റെ ഉള്ളിലെ ഈശോയെപ്പറ്റി എങ്ങനെ പറഞ്ഞു കൊടുക്കണം എന്നാണ് എൻ്റെ ഉള്ളിലേക്കുള്ള ചിന്ത കടന്നു വരുന്നത്. പക്ഷേ എന്നാൽ പലരും ഈ പിശാചിനെ പറ്റി, പിശാച് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടതാണ്, രാത്രിയിൽ മീൻ മറത്തു കഴിഞ്ഞാൽ പിശാച് ആ ഭവനത്തിൽ നിന്ന് വിട്ടുപോകുമെന്ന്. ഈ കാലഘട്ടത്തിൽ പിശാച് വരുന്നത് എങ്ങനെയാണ്? മൊബൈലിൽ കൂടി അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ കൂടിയൊക്കെയാണ് പിശാച് കടന്നു വരുന്നത്. അപ്പോൾ ഈ മീൻ മറക്കുമ്പോൾ ഈ മൊബൈലെടുത്ത് ഈ മീൻ ചട്ടിയിൽ ഇട്ട് കഴിഞ്ഞാൽ പിശാച് ഇറങ്ങിപ്പോവുകയോ? പ്രിയപ്പെട്ടവരെ, ഇതുപോലെയുള്ള അന്ധവിശ്വാസങ്ങളിലേക്ക് കടന്നു പോകാതെ യേശുവിൽ മാത്രം വിശ്വസിക്കുവാൻ, ഈശോ എന്ന നാമം ഉച്ചരിക്കുമ്പോൾ രോഗസൗഖ്യങ്ങൾ ഉണ്ടാകുന്നു, വിടുതലുകൾ ഉണ്ടാകുന്നു, നമ്മളിലേക്ക് അനുഗ്രഹം കടന്നു വരുന്നു. ഈശോയുടെ നാമം മാത്രം ഉച്ചരിക്കുവാനും ഈശോയെ പറ്റി മാത്രം പ്രഘോഷിക്കുവാനും ഈ 2026 പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുനാമത്തിൻ്റെ ശക്തി നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിലും വ്യക്തിജീവിതങ്ങളിലും ഒക്കെ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഈശോയെപ്പറ്റി മാത്രം സംസാരിക്കുവാനും ഈശോയെപ്പറ്റി മാത്രം കേൾക്കുവാനും നിങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥവും സാന്നിധ്യവും എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആവേ മരിയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.